വാർത്തകളിലേക്ക്. ലോകം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. അനിയന്ത്രിതമായ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് വഴിതെളിയിച്ച ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വിളിച്ചു വരുത്തിയത്. 2050 ആഗോള ശരാശരി താപനില 2 ഡിഗ്രിയോളം ഉയരുമെന്നാണ് കണക്ക്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ എസ് കെ സതീഷ്. ജനം ടി വിക്ക് നൽകിയ ഹ്രസ്വ അഭിമുഖത്തിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയായി തന്നെ ലോകം നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ദിവേച്ച സെൻറ്റർ ഫോർ സയൻസസിലെ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായ പ്രൊഫസർ എസ് കെ സതീഷ് നമ്മോടൊപ്പം ചേരുന്നത്. സതീഷ് സാറിനോട് ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്രയും വലിയ ആഘാതങ്ങൾ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് മൂലമുണ്ടാകുന്നു എന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. സർ, പലതവണ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം, സ്വാഭാവികമായി ആഗോളതാപനം പോലുള്ള വിഷയങ്ങൾ. ഈ കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും തമ്മിൽ നേരിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് രണ്ടും ഇൻഡയറക്റ്റായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉള്ള കാരണം കൊണ്ട് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലോട്ട് ആൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പാരീസ് അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 400 ppm CO2 ലെവലിൽ നിർത്തണമായിരുന്നു. അത് കഴിഞ്ഞു പോയി ആൾറെഡി. അപ്പോൾ 1.5 ഡിഗ്രി സെൽഷ്യസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് നോട്ട് അത്ര എളുപ്പമല്ല ഇനി 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് പോകുന്നത്. മിക്കവാറും ഉള്ള എഫർട്ട്സ് എല്ലാം 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു ഇതിലോട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതിന് താഴെ നിർത്താനാണ് ശ്രമിക്കുന്നത്. പല റിപ്പോർട്ടും പറയുന്നത് ബൈ 2050 2 ഡിഗ്രി സെൽഷ്യസ് വരുമെന്നാണ്. പക്ഷേ മറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് 2035 2040 തന്നെ 2 ഡിഗ്രി സെൽഷ്യസിൽ എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിന്. ഈ 2 ഡിഗ്രിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, സ്വാഭാവികമായും ഇനണ്ടേഷൻ വരാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. കേരളത്തിലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് 2 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ, അതായത് 25 വർഷത്തിന് ശേഷം ഈ 2 ഡിഗ്രി താപനില ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ആൾറെഡി തന്നെ 1 ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രീം വെതർ. ഒരു കുറഞ്ഞ സമയത്ത് വളരെയധികം റെയിൻഫാൾ സംഭവിക്കുമ്പോഴാണ് ഈ ഫ്ലഡിങ്ങും അതുപോലെയുള്ള ഒരു ഇതുണ്ടാകുന്ന ഡാമേജസ്, ഹൈ വിൻസ്, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് വരുന്നത് അതുകൊണ്ടാണ്. അത് ആൾറെഡി തന്നെ ഇപ്പോൾ 1.1 to 1.2 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെത്തിയാൽ അത് കൂടുതൽ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഇതിലോട്ട് പോവാം. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, ഡ്രൈ ഹീറ്റ് വേവ് ഇവൻറ്റ്സ്, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടുതലായിട്ട് പോവാം. പിന്നെ 2 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ വേറൊരു പ്രശ്നം, കേരളം പോലെയുള്ള ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് കണക്കാക്കേണ്ടത് സീ ലെവൽ റൈസാണ്. സീ ലെവൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയൻസ് എല്ലാം കടലിനടിയിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റ് ലാർജ് എമിറ്റേഴ്സ് ഉണ്ട്. ആ എമിറ്റേഴ്സും കൂടി, ഫോർ എക്സാമ്പിൾ മെനി ഡെവലപ്ഡ് കൺട്രീസ് എമിറ്റിംഗ് മച്ച് മോർ ദാൻ ഇന്ത്യ, അവരും കൂടെ വിചാരിച്ചാൽ ഗ്ലോബൽ ലെവലിലുള്ള ഒരിത് എഫർട്ട് ഉണ്ടായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കേരളത്തിലെ പ്രത്യേക സാഹചര്യം നോക്കുകയാണെങ്കിൽ മഴയുടെ വിതരണത്തിൽ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. വല്ലാത്ത മാറ്റം. ഇപ്പോൾ ഒക്കെ മഴ പെയ്യേണ്ട സമയത്ത് നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാലാവസ്ഥ മാറാനുള്ളൊരു പശ്ചാത്തലമുണ്ടായത് ഏത് പ്രത്യേകത കൊണ്ടാണ്? അതായത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്ത് ഘടകമാണ് ഇതിനെ സ്വാധീനിക്കുന്നത്? അത് കേരളത്തിൽ മാത്രമായിട്ട് ഉള്ള ഒരിതല്ല. ഇന്ത്യ പൊതുവെ എടുത്ത് നോക്കിയാൽ പല റീജിയണിലും ഇത് കാണുന്നുണ്ട്. ഒരു മെയിൻ അതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റെയിൻഫാൾ എടുത്ത് നോക്കിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ, ഒരുപാട് റെയിൻഫാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് റെയിൻഫാൾ ഉണ്ടായിരുന്നിടത്ത് കൂടുതൽ റെയിൻഫാൾ, അതിനെ നമ്മൾ പറയുന്ന റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ മാറിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഓൺസെറ്റ് ഓഫ് മൺസൂണും ഡിലേ ഓഫ് മൺസൂണും. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന മൺസൂൺ ബ്രേക്ക്, ഇതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്.
അത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ കൊണ്ടെന്നാണ്. അത് കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ പല റീജിയനിലും മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഇത് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാന മനുഷ്യജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയായി വരുന്നത് കടലിന് തീരത്ത് താമസിക്കുന്നവർ വലിയ തോതിൽ ഇറോഷൻ നടക്കുന്നു, കോസ്റ്റൽ ഇറോഷൻ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ തന്നെ ഘടകമല്ലേ? അതെ, സീ ലെവൽ റൈസ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇത് എഫക്റ്റ് ആയിട്ടുള്ളതാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പാർട്ടാണ്. അത് വരുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം രണ്ടാണ്. ഒന്ന് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ വരുമ്പോൾ ഒന്ന് ഫിസിക്കൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സീ ലെവൽ റൈസ് വർദ്ധിക്കുകയാണെങ്കിൽ മാൽദീവ്സിലുള്ള പല ഐലൻഡും വെള്ളത്തിനടിയിലാവും. അവർ എങ്ങോട്ട് പോകും? മോസ്റ്റ് ലൈക്ലി ഇന്ത്യയിലോട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള ജോഗ്രഫിക് ബൗണ്ടറി ഉണ്ട്, അവർക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന്. അപ്പോൾ ജോഗ്രഫിക് ബൗണ്ടറീസ് ഉള്ളതുകൊണ്ടും മറ്റ് ഫിസിക്കൽ ബൗണ്ടറീസ് ഉള്ളതുകൊണ്ടും ആളുകൾ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നാൽ, അഥവാ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അവർ മൈഗ്രേഷൻ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടാൽ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ആസ്പെക്റ്റ് ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് ഇപ്പം മെൻ്റൽ വെൽനസ്, മെൻ്റൽ സ്ട്രെസ്സ്. അതുകൊണ്ടുള്ള ഒരാൾ അങ്ങോട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറിയേ പറ്റൂ, അവരുടെ എല്ലാം ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തോട്ട് പോകണം എന്ന് അവർ നിർബന്ധിതരായാൽ അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ബാംഗ്ലൂരുള്ള ചില മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അതിൽ നേരിട്ട് കമൻറ്റ് ചെയ്യേണ്ട എങ്കിൽ കൂടി ഒരു പുതിയ അമേരിക്കയുടെ നയമൊക്കെ കൂടുതൽ ഫോസിൽ ഓയിലുകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയത്തെ കാലത്ത് അഭിലഷണീയമാണോ? ഇല്ല, എൻ്റെ സ്വന്തം നിലയിലുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറി സഞ്ചരിക്കണമെന്നുള്ളതാണ്. കഴിയുന്നത്ര കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ നിർത്താൻ പറ്റില്ല, അത് ഒറ്റയടിക്ക് സ്ലോലി ഫേസ് ഔട്ട് ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ചില ഡെവലപ്ഡ് കൺട്രീസിൻ്റെയൊക്കെ നീക്കം എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ടല്ല എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ, അവർ അങ്ങനെ സീരിയസ് അല്ലാതിരുന്നാൽ ഗ്ലോബൽ വാർമിങ്ങിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഊർജ്ജ ഉപഭോഗം നമ്മൾ വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ ഊർജ്ജം എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു ചോദ്യം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നില്ലേ? റിന്യൂവബിൾ എനർജി സോഴ്സസിലോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു മാർഗം. മോർ ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ ആൻഡ് വിൻഡ് നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മുടെ ഹബ്ബ് ഹൈറ്റ് എന്ന് പറയുന്ന 50 മീറ്ററാണ് ഇപ്പം. അതൊരു 80 മീറ്റർ ആക്കിയാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടാവുമായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വിൻഡ് എനർജി വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഞങ്ങളുടെ ചില സ്റ്റഡീസ് പറയുന്നത്. പിന്നെ ഒരു പ്രധാന പ്രോബ്ലം എല്ലാ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ സ്റ്റോറേജിന് ബാറ്ററി വേണം. അത് ഒഴിവാക്കിക്കൊണ്ട് ഹൈബ്രിഡ് സോളാർ വിൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം പകൽ സൺലൈറ്റ് ഉണ്ടാവും, രാത്രി സൺലൈറ്റ് ഇല്ലാത്തപ്പോഴാണ് ബാറ്ററി ആവശ്യമായിട്ട് വരിക. അത് ഒഴിവാക്കിക്കൊണ്ട് രാത്രിയിൽ വിൻഡ്, ഈ കേരളത്തിൽ വിൻഡിന് ഇനഫ് വിൻഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് വെച്ചിട്ട് വിൻഡ് എനർജി രാത്രിയിലും അങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു ഇതുള്ളത് ജിയോ തെർമൽ എനർജി, അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അത് ആഴത്തിൽ കുഴിച്ചിട്ട് അതിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്ത് അതിനെ ബോയിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ വെച്ചിട്ട് എന്തെങ്കിലും ടർബൈൻ കറക്കാൻ പറ്റുമെന്നുള്ള, അങ്ങനെ ജിയോ തെർമൽ എനർജിയുടെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഈ വിൻഡ് എനർജിയുടെ സാധ്യത കേരളത്തിലും അതുപോലെ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റൊക്കെ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അത് എത്ര കണ്ട്, അതായത് 80 മീറ്ററിലേക്ക് അതിൻ്റെ ഹബ് ഹൈറ്റ് ഉയർത്തുകയാണെങ്കിൽ എത്ര കണ്ട് അതിനെ അഡ്വാൻസ് ചെയ്യാൻ, ഇപ്പോഴത്തെ പ്രൊഡക്ഷനിൽ നിന്ന് എത്ര കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും? സ്വാഭാവികമായൊരു കണക്കല്ല, മോർ ദാൻ ഡബിൾ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിന് എക്സാക്ട് നമ്പർ എൻ്റെ കയ്യിലില്ല, പക്ഷേ മോർ ദാൻ ഡബിൾ കമ്പയർഡ് ടു 50 മീറ്റർ ഹബ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് സാധ്യമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ? ഞാനതിനെപ്പറ്റി അങ്ങനെ കേരളത്തിനെ ബേസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊരു സ്വീകാര്യമായ എനർജി സോഴ്സ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഓഷൻ എനർജി നമ്മൾ മുമ്പൊരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം സക്സസ്ഫുള്ളായി എന്ന് എനിക്കറിയില്ല. വിഴിഞ്ഞത്തൊരു ഇത് കണ്ടിട്ടുണ്ട്. അതെന്തായി എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അത് വേറൊരിതാണ്. ഞങ്ങളുടെ കോസ്റ്റ് ലൈൻ വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സിന് ഓഷൻ വേവ് എനർജിയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്കണോമിക് വയബിലിറ്റി എനിക്കറിയില്ല. അതിൻ്റെ ശരിക്കുള്ള എനിക്ക് സ്റ്റഡി ചെയ്തിട്ടില്ല ഞാൻ. വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ ഇത്തരത്തിൽ? ഇതുവരെ ഈ സോഴ്സസാണ് മെയിനായിട്ട്. കാരണം പെർ യൂണിറ്റ് ചാർജും മാറ്റർ ചെയ്യുമല്ലോ. നമ്മളൊരു അൺറിയലിസ്റ്റിക്കലി ലാർജ് യൂണിറ്റ് ചാർജ് വച്ചാൽ ഉപഭോക്താക്കളും ഉണ്ടാവാൻ വഴിയില്ല. ഈ എനർജി സോഴ്സസാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഗോള താപനത്തെ തടയുന്നതിന് റിന്യൂവബിൾ എനർജിയെ ആശ്രയിക്കുക എന്നതാണ് സാധാരണ സാധ്യമായൊരു വഴി. ഒരു പ്രധാനപ്പെട്ട വഴി മിറ്റിഗേഷൻ, എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് മീറ്റിംഗ്സിലെല്ലാം പറയും. ഇപ്പം പ്രീവിയസ് മീറ്റിങ്ങിലും അത് തന്നെയാണ് പറഞ്ഞത്. എമിഷൻ റെഡ്യൂസ് ചെയ്യുക, ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ ഉപയോഗം കൂട്ടുക. ഈ രണ്ട് ആസ്പെക്റ്റും ഇതിനെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. താങ്ക് യു വെരി മച്ച് സർ. സീ യു അഗൈൻ.